40 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചെറുതുരുത്തി, ചേലക്കര, പഴയന്നൂർ, ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ. ഇന്ത്യയിലെ തന്നെ പ്രമുഖ സിമന്റ് ബ്രാൻഡുകളായ ACC, അൾട്രാടെക്, ഡാൽമിയ, ഭാരതി, ചെട്ടിനാട്, മലബാർ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഓതറൈസ്ഡ് ഡീലർ. ടാറ്റ ടിസ്കോൺ, കൈരളി, കളിയത്ത്, ശ്യാം സ്റ്റീൽ, അഗ്നി, വൈശാഖ്, പ്രിൻസ് തുടങ്ങി TMT ബ്രാൻഡുകളുടെ ഡീലർ. GIGP ബ്രാൻഡുകളായ ടാറ്റ സ്ട്രക്ചറ, അപ്പോളോ, ജെയിൻ ട്യൂബ്സ്, റൂഫിംഗ് ഷീറ്റ് ബ്രാൻഡുകളായ ടാറ്റ, JSW, ഏഷ്യൻ തുടങ്ങിയവയും. റെനോകോൺ AAC ബ്ലോക്കുകൾ, ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ്, സ്ട്രക്ചറൽ മെറ്റീരിയൽസ്, I-beam, C-channel, ആംഗിൾ, ഫ്ലാറ്റ് തുടങ്ങിയവയും ലഭിക്കുന്ന തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് 9447175304. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അഴക് 2K26 എന്ന പേരിലാണ് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ ദീർഘകാല സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ KS ജയശ്രീ, P ഷാരി, KM ലതീറ, KR തോബിയാസ് എന്നിവർക്കുള്ള യാത്രയയപ്പും നൽകി. And passion for teaching classroom, turning complex concepts. A teacher takes a mind, opens a mind and teaches a heart. With deep knowledge, endless patience and 2 subjects, MA English and MA History. He is the worst. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അഴക് 2K26 ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധ്യമാകുന്നതല്ല. ഓരോ കുഞ്ഞുങ്ങളെയും രക്ഷിതാക്കളുടെ അടുത്ത് കരങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ആ രക്ഷകർത്താവിന് വളരെയധികം ആത്മവിശ്വാസമുണ്ട്. അവർ നല്ല കരങ്ങളിൽ തന്നെയാണ് ചെന്നുപെടുന്നതെങ്കിലോ ആ കുഞ്ഞുമക്കൾ പുതുതലമുറയിലെ ഭാവി വാഗ്ദാനങ്ങളാവും, നന്മയുടെ പ്രതീകങ്ങളാകും. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. ഓരോ കുട്ടികളുടെയും അഭിരുചി അറിയുക എന്നതാണ് ഒരു അധ്യാപകയുടെ ഏറ്റവും ഉത്തമമായ കർത്തവ്യം. ഡിവിഷൻ കൗൺസിലർ PN വൈശാഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബോയ്സ് LPയിലേക്ക് പോയി. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഗണത്തിൽപ്പെടും. അപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞു, അപ്പോൾ ഇവിടെ അന്ന് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു. എന്ന് പറഞ്ഞാൽ എണ്ണം കൂടി ക്ലാസ് ഷിഫ്റ്റായി, രാവിലെയും വൈകിട്ട് 2. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ക്ലാസ്സിനെ അവിടേക്ക് മാറ്റണം. എവിടേക്ക്? ഈ ഷിഫ്റ്റ് അവസാനിപ്പിക്കാൻ ഈ സംവിധാനത്തെ കൂടി പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞ് പിന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ്റെ ഭാഗമായി സമരം നടത്തുകയും ഒരു ഘട്ടത്തിൽ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അജയകുമാർ MP ആയിരിക്കുമ്പോഴാണ് MP ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ ഈ ആനപ്പറമ്പ് സ്കൂളിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ LPയെ മാറ്റി സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ആ LP സ്കൂളൊന്ന് കാണേണ്ടതാണ് അല്ലേ മാഷേ? 2 മാഷന്മാരുണ്ട്, ടീച്ചർമാരുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാഷെ വിളിക്കണം. എന്താ വെച്ചാൽ മാഷ് ബോയ്സിന് ഞങ്ങൾ പിടിക്കുമ്പോണ്ടായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, പ്രശസ്ത സിനിമാ താരം രചന നാരായണൻകുട്ടി, സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് മായ കൃഷ്ണ എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായിരുന്നു. സീനിയർ അധ്യാപിക RK അനുപമ, ഹെഡ് മിസ്റ്റസ് KK സുമ, PTA പ്രസിഡന്റ് KM ഹസൻ, SMC ചെയർമാൻ സുരേഷ് കുട്ടത്ത്, മദർ PTA പ്രസിഡന്റ് സജിത സേതു, സ്കൂൾ ലീഡർ EV നന്ദന, സ്റ്റാഫ് സെക്രട്ടറി AM ദീപ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 1998 10ാം ക്ലാസ് പാസ്സാവുന്നത്. അത് വെറുതെ ഒരു പാസ്സാവലായിരുന്നില്ല. 5ാം ക്ലാസ്സിൽ ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അന്നത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നത്
പ്രമീള ടീച്ചറായിരുന്നു. അന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ടീച്ചർ ചോദിച്ചു, അന്ന് പ്രിൻസിപ്പളായിട്ട് നമ്മൾ സംസാരിക്കുമല്ലോ, ചോദിച്ചു, അമ്മ പറഞ്ഞു ഇവള് ഡാൻസൊക്കെ കളിക്കും എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ചോദിച്ചു, നീ എന്തൊക്കെയാണ് കളിക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഭരതനാട്യം കളിക്കും, കുച്ചിപ്പുടി കളിക്കും, മോഹിനിയാട്ടം കളിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. ടീച്ചർ ചോദിച്ചു എന്നോട്, നീയോ കുച്ചിപ്പുടിയോ എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം പൊടി പോലത്തെ ഒരു കുട്ടി കുച്ചിപ്പുടിയൊക്കെ കളിക്കാനായോ എന്നുള്ളൊരു അത്ഭുതം ടീച്ചറുടെ കണ്ണിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒരു കുച്ചിപ്പുടി നർത്തകിയായിട്ടാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് ഏറെ അഭിമാനമായിട്ട് ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ്.